ഞാൻ വന്നപ്പോ ആദ്യം കണ്ട ഫോട്ടോ അതാണ്. ആരായിരുന്നു? മാളുവിന്റെ മാമോദീസ് അവിടെയായിരുന്നു, റോമിൽ വെച്ചായിരുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കകത്ത് വെച്ചായിരുന്നു. അപ്പൊ അന്നേരം പോപ്പിനെ കാണാൻ സാധിച്ചു, ഫ്രാൻസിസ് പോപ്പിനെ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇങ്ങനെ ഒരു മൊമെന്റ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. കുറെ കുട്ടികളുണ്ടായിരുന്നു, ആകെ 3 or 4 മക്കളെയും കണ്ടാണ് അന്നേരം മാർപ്പാപ്പയ്ക്ക് കയ്യിലോട്ട് കിട്ടുന്നത്. അതിലൊരാള് മാളുവായിരുന്നു. അവളുടെ ലൈഫ് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അത് ഏത് വർഷമായിരുന്നു? അത് 2013 എടുത്ത ഫോട്ടോ. ഞാനിപ്പോ വിചാരിക്കും വീട്ടിനകത്ത് വരുമ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ്. പക്ഷെ ഫിൻലാൻഡിൽ ചിലപ്പോൾ കിച്ചണും റൂംസ് ഒക്കെ ചെറുതായിരിക്കും. ശരിയാ. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് ഭയങ്കര അതെന്തുകൊണ്ടാണ് മാക്സിമം ചെറുതായിട്ട്? കാരണം തണുപ്പ് രാജ്യമാണ്, എക്സ്പെൻസീവ് ആണ് വീട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീട് ഇതായിരിക്കും. കാരണം നമ്മുടെ വീടുകൾക്ക് പിന്നെ അത്യാവശ്യം നമ്മുടെ വീട് 4 ബെഡ്റൂം ഉണ്ട്. അവിടെ മെയിൻ ആയിട്ടുള്ളത് ലിവിംഗ് കോസ്റ്റ് അതിന് കൂടുതലായിരിക്കും. ഹീറ്റിംഗും ഫുൾ ടൈം ഹീറ്റിംഗ് ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പത്തിനും അതാണ്. ഇപ്പൊ അവിടെ ഒരു ഫിൻലാൻഡില് ഒരു വീട് റെന്റ് എടുക്കാൻ എത്രത്തോളം എക്സ്പെൻസീവാ? റെന്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു 1000 euro തോന്നുന്നു. നമ്മൾ വീട് വാങ്ങിച്ചത് ഫിൻലൻഡിൽ 2012 വീട് വാങ്ങിച്ചാണ്. അത് വീട് വാങ്ങുന്നത് എക്സ്പെൻസീവ് ആണ്. പിന്നെ അതിൽ എന്തെങ്കിലും വർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും എക്സ്പെൻസീവ് ആണ്. നമുക്ക് പണികളൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാം നമ്മൾ ആളെ വിളിച്ച് ചെയ്യിപ്പിക്കണം. മണിക്കൂറിനാണ് നമ്മൾ യൂറോ എണ്ണി കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ വർക്കിംഗ് നമ്മളൊരു ജോലി ചെയ്യാണെങ്കിലും ഈ പറഞ്ഞ കൂടുതൽ എമൗണ്ട് വേണം. അങ്ങനത്തെ പണിക്കൊക്കെ ഭയങ്കര എമൗണ്ട് ആണ്. ഓക്കെ, അതിനാണ് ഏറ്റവും കൂടുതൽ സാലറി വർക്ക് കിട്ടുന്നതനുസരിച്ച്. ഓക്കെ, ഓൾറെഡി ഇപ്പം എത്ര വീട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ വാങ്ങിയത് വെച്ചിട്ട്? നമ്മള് ഫസ്റ്റ് ചെന്നപ്പോ നമ്മൾ റെന്റിന് ഒരു വീട് താമസിച്ചു. അതിനുശേഷം 2012 തൊട്ട് നമ്മൾ വീട് വാങ്ങിച്ച അവിടെയാണ്. പിന്നെ വീടൊന്ന് റിനോവേറ്റ് ചെയ്തു. അതും ഞങ്ങൾ ഇതെല്ലാം ആ ടൈമിലൂടെ കടന്നു പോയത് കൊണ്ട് എനിക്കത് അറിയാൻ പറ്റും. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ആ സമയത്ത്. അല്ല, വീടിന്റെ വില എത്രയാന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നാട്ടില് ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട് അല്ലേ, അത്രയും വിലയാകുകയും ചെയ്തു. പക്ഷെ തീരെ കുഞ്ഞു വീട്. അന്നേരം പിന്നെ നമ്മൾ പിന്നെ അത് വിൽക്കുവാന്ന് വിചാരിക്കുക. അന്നേരം അതിനേക്കാളും റേറ്റും താഴെ ആയിരിക്കും. ഫിൻലൻഡിലെ മാർക്കറ്റ് അങ്ങനെയാണ്. അതുകൊണ്ട് ബിസിനസ് എന്നുള്ളൊരു പർപ്പസിൽ നമുക്ക് വീട് വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പം അവിടെ ഇപ്പം എത്ര വീടുകൾ മാറിയിട്ടുണ്ട്? ഇപ്പൊ എത്രാമത്തെ വീട് ഇപ്പൊ നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്? നമ്മള് എല്ലാം ഒരു വീട് സ്വന്തമായിട്ട് മേടിച്ചേക്കുന്ന ഒരു വീട്. ഒരു പ്രാവശ്യം നമ്മൾ റെന്റ് താമസിച്ചു 2012 വാങ്ങിച്ചല്ലോ. അപ്പൊ 12 തൊട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 13 വർഷത്തോളമായി നമ്മൾ വീട് വാങ്ങിച്ചിട്ട്. ഇച്ചയം വരുമ്പോ നമ്മള് റെന്റ് വീട്ടില്, അത് കഴിഞ്ഞ് നമ്മള് മാളുവിനെ ക്യാരിങ് ആയിരുന്ന സമയത്താണ് നമ്മൾ ഈ വീട് വാങ്ങുന്നത്. പിന്നെ മാളു ഉണ്ടാകുന്ന വീട്ടില, പിന്നെ അവിടെ നമ്മൾ മാറിയിട്ടില്ല. അപ്പൊ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട് ആ സമയത്ത്? അതായത് നമ്മള് വീട് വാങ്ങിച്ചപ്പം 1,70,000 euros ആയിരുന്നു ആയത്. അത് കഴിഞ്ഞ ശേഷം നമ്മള് ഒരു 1,50,000 euro കൂടെ നമ്മൾ 2 ബെഡ്റൂം കൂടെ കൂടുതൽ എടുക്കാനും പിന്നെ കുറച്ച് പരിപാടികൾക്ക് 3,20,000 euros ആയി നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ വീടന്ന് വാങ്ങിച്ചപ്പോ. ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അന്നത്തെ സമയത്ത് 75 ഒരു ഇന്ത്യൻ റുപ്പി 1 euro എന്ന് പറയുന്നത് 75 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ അത് 92 93 അങ്ങനെ തോന്നുന്നു. നല്ല എമൗണ്ട് ആയിട്ട്. അപ്പൊ ഈ വീട് വെക്കാനാണോ അവിടെ വീട് വാങ്ങാനാണ് ഏറ്റവും കൂടുതൽ? ഇവിടെ വീട് വെക്കാൻ ചെലവ് കൂടുതലാ. അതായത് അവിടുത്തെ അവിടെ കൂടുതൽ അവിടുത്തെ വീടിന്റെ പകുതി പോലും ആവുന്നില്ല ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാൻ പറ്റുന്നൊക്കെ.